മോർണിംഗ്. അപ്പോൾ ഇത് നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടാണ് ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു ടൈപ്പിൽ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നതിലും വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേ ബി ചിലപ്പോൾ ഈ ഒരു മോഡൽ നിറയെ പേര് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അധികം ആരും ഈ ഒരു മോഡൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് എല്ലാവരും ചെയ്യണ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതായത് ഹെയർ ബാൻഡിൽ നമ്മൾ നമ്മുടെ ജാസ്മിൻ ബഡ്സ് വെച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രീൻ ടേപ്പ് കൊണ്ട് നമ്മൾ ചുറ്റി കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കമ്പി ഉണ്ടല്ലോ, ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയോ, ഇല്ലെങ്കിൽ നമ്മൾ കോപ്പർ വയറോ കൊണ്ടാണ് ചുറ്റി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയി, ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ മെല്ലെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. വേറൊരു രീതി എന്ന് പറയണത് നമ്മൾക്ക് ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ അത് അധികം ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മോഡലും കൂടെ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മേലേക്ക് ഇങ്ങനെ ക്രോസായി വെച്ചതിന് ശേഷം ഇങ്ങനെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ ടേപ്പ് ഇങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ആക്ച്വലി ഗ്രീൻ ടേപ്പിൽ ചെറിയൊരു പശയുടെ ഒരു അംശമുണ്ട്, ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും. പക്ഷേ എനിക്കെന്തോ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എനിക്ക് ഗ്രീൻ ടേപ്പും കൊണ്ട് ചുറ്റുന്ന സമയത്ത് നിൽക്കാറില്ല. കുറച്ച് കഴിയുമ്പോൾ ജാസ്മിൻ ബഡ്സൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് വീഴും. നമ്മളെങ്ങനെ പോയാലും ഇപ്പം ഇങ്ങനെ കെട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ അടിയിൽ എന്തായാലും നമ്മുടെ ഫെൽറ്റ് ഷീറ്റോ ഇല്ലെങ്കിൽ പ്ലെയിൻ കളർ ഏതെങ്കിലും ഒരു ഷീറ്റ് നമ്മൾ എന്തായാലും അത് ഈ അടിവശം കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒട്ടിക്കാറുണ്ട്. അതൊന്ന് നീറ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഒട്ടിക്കാറുണ്ട്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ നിൽക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിൽക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ജാസ്മിൻ ബഡ്സ് ഈ ഹെയർ ബാൻഡൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പാഴാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അത് കാരണം അധികം മെറ്റീരിയൽസ് ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. പിന്നെ എൻ്റെ നഖവും നെയിൽ പോളിഷ് ഒന്നും ആരും ശ്രദ്ധിക്കരുത്, ഒന്നിനും സമയം കിട്ടാറില്ല, ഇപ്പോൾ തീരെ സമയം കിട്ടാറില്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്തും കാര്യങ്ങളും വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ എത്ര വരെ വേണം ജാസ്മിൻ ബഡ്സിൻ്റെ ആ ഒരു മോഡൽ എത്ര വരെ വേണം, ബാക്കി എത്ര പോർഷൻ പ്ലെയിൻ ആയിട്ട് വരണം എന്നൊക്കെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നോക്കുന്ന സമയത്ത് ഒരു ഊഹം ഉണ്ടാവുമല്ലോ, രണ്ട് സൈഡിലും എത്ര ഗ്യാപ്പ് വേണം എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോളൻസ് വെച്ചിട്ട് ചെയ്യാം. ബീഡ്സ് വെച്ചിട്ട് ഇതുവരെ ചെയ്യണത് ഞാൻ ആരും ഇതുവരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് കണ്ടുവോ, ആ സൈഡിൽ ആ ജാസ്മിൻ ബഡ്സ് വീണ് പോണത് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രീൻ ടേപ്പ് ഞാൻ ഒരിക്കലും എനിക്ക് സക്സസ് ആയിട്ടില്ല കേട്ടോ, അത്രയും ഞാൻ പറഞ്ഞത്. മേ ബി സക്സസ് ആവുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലാണ് ഇന്ന് ചെയ്യാൻ പോണത്. നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് നമ്മുടെ ജാസ്മിൻ ബഡ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പോർഷൻ, അതായത് വീതി കുറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്ര നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫെൽറ്റ് ഷീറ്റ് വലിയ ലെങ്തിലുള്ളത് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് A4 സൈസാണ്. അത് കാരണം തന്നെ ആ ഒരു സൈസിൽ A4 സൈസിൽ ഫുള്ളും ഞാനൊരു ലെങ്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വീതിയിൽ. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ബഡ്സൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എനിക്ക് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോട്ടുവായൊക്കെ വരും, അതുപോലെ തന്നെ കിതയ്ക്കുകയൊക്കെ ചെയ്യും, എന്താണെന്നറിയില്ല. അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാലും ഇടയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ലല്ലോ. അപ്പം നമ്മളിതിങ്ങനെ എല്ലാ ജാസ്മിൻ ബഡ്സിൻ്റെയും തണ്ടൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മുഴുവനായിട്ട് പൊട്ടിച്ചിടരുത്. നിങ്ങളുടെ മനസ്സിലൊരു ഊഹം ഉണ്ടാവില്ല ഈ ഷീറ്റിന് ഇത്ര ഫ്ലവേഴ്സ് വേണമെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ആദ്യം വളരെ കുറച്ച് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കാം, എങ്കിലും ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാതെ വെറുതെ വേസ്റ്റായി പോട്ടാലോ, അതുകൊണ്ടാട്ടോ. വീണ്ടും കോട്ട് വന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്യണത്. ഗ്ലൂ ഗണ്ണ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഓരോന്നായിട്ട്
ക്രോസ് ആയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഒട്ടിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ആവും, നല്ല തീപ്പൊള്ളുന്ന പോലത്തെ വേദന തന്നെയായിരിക്കും അത്. അപ്പോൾ കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും നമ്മുടെ കയ്യിലാവേണ്ട സാധനമാണെങ്കിൽ ആവും. എനിക്ക് എത്ര പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലായി എന്നറിയും. പിന്നെ എന്താണ്, നമുക്ക് നമ്മുടെ വർക്കാണ്, നമ്മൾ കുറച്ചൊക്കെ സഹിച്ചാലാണ് നമുക്കത് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കും. കേട്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് നമ്മൾ രണ്ടെണ്ണം കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല, ആ ഒരു സൈഡിൽ നമ്മൾ രണ്ടെണ്ണം കൂടെ ഒട്ടിച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്യും. പിന്നെ ബാലൻസ് വരുന്ന ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്യുക. സോറി, വീണ്ടും കൂട്ടുകയെ വന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ജാസ്മിൻ ബഡ്സൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് തണ്ട് നമ്മൾ മുറിച്ച് കളഞ്ഞുകൊണ്ട് നമുക്ക് വെക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ തണ്ടാണെന്നുണ്ടെങ്കിൽ അത് അതായത് ഭയങ്കര റിസ്ക് ആയിരിക്കും നമുക്കതിങ്ങനെ അടുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഗ്യാപ്പ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാസ്മിൻ ബഡ്സിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഗ്ലൂ ഗൺ, അതായത് 2 ജാസ്മിൻ ബഡ്സിൻ്റെ മൊട്ടും കൂടെ ജോയിൻറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. ജോയിൻറ്റ് ചെയ്യിപ്പിക്കാൻ മീൻസ് അതിൻ്റെ ആ വൈറ്റ് ഉണ്ടല്ലോ, മൊട്ടിൻ്റെ സൈഡായിട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ രണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഇളകരുത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഗ്ലൂ ഗണ്ണ് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പേർന്ന് വരുമൊന്നുമില്ല. ആ ഒരു ജാസ്മിൻ ബഡ്സോട് അതിങ്ങനെ റിമൂവായി വരുന്നല്ലാതെ, അതായത് ജാസ്മിൻ ബഡ്സ് കേട് വരുന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡോ അതങ്ങനെ ക്ലിപ്പൊന്നും ഹെയർ ബാൻഡൊന്നും വിട്ട് വരില്ല കേട്ടോ. ബിക്കോസ് നമ്മുടെ ഗ്ലൂ ഗണ്ണ് അത്രയും ഭയങ്കര പവർഫുള്ളായൊരു ആളാണ്. നിങ്ങൾക്ക് ഈ 8000 ഇതിൽ ഒട്ടിക്കുക. പക്ഷേ എനിക്കില്ല, ഈ 8000 ഇതിൽ ഫെൽറ്റ് ഷീറ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. അതായത് ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്തെടുക്കണ പോലെ തോന്നി എനിക്ക്. നമ്മൾ അപ്ലൈ ചെയ്തത് ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത് കാരണം ഈ ഫെൽറ്റ് ഷീറ്റിൽ വന്നിട്ട് ഞാൻ ഒട്ടിക്കാറില്ല കേട്ടോ, ഈ 8000 വന്നിട്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടില്ലേ, ബാക്ക് സൈഡൊക്കെ നീറ്റായിട്ട് ഇരിക്കണം നോക്കി. ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ ചെയ്തെടുത്തു. നിങ്ങൾ ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇനി നോക്കുക കേട്ടോ, ലെങ്ത്ത് എത്ര വേണം, ഇത്ര മതിയോ എന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ലെങ്ത്ത് ഓക്കെ ആണെന്ന്. അപ്പം ഞാൻ മോളുടെ തലയിൽ ആക്ച്വലി വെച്ച് നോക്കി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഞാൻ കുട്ടിയുടെ തലയിൽ വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് ഓക്കെ ആണ്, ലെങ്ത്ത് ഓക്കെ ആണെന്ന് മനസ്സിലായി. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. ഇതും ഒരു മോഡലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോളൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുത്തുകൾ എന്തെങ്കിലും ഉണ്ടല്ലോ, കളേഴ്സ് മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയല്ലോ. വെറുതെ എന്തിനാ കുറേ പേര് ഞാൻ പറഞ്ഞൊന്നും കൊണ്ടിട്ട് ചെയ്ത് മെറ്റീരിയൽ വേസ്റ്റ് ആക്കി കളയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരാളുടെ മെറ്റീരിയൽ വേസ്റ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, ബാക്കിയുള്ളവരെല്ലാവരും വേസ്റ്റ് ആവാതിരിക്കണമല്ലോ ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടോ, നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ആ ഒരു മോഡലിൻ്റെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ജാസ്മിൻ ബഡ്സാണ് എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. ഇപ്പോൾ ഈ ചെയ്തതൊക്കെ അത്യാവശ്യം ഒരു കുഞ്ഞു സൈസാണ്, ഒരു മീഡിയം സൈസിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വെച്ച് കുറച്ച് വലിയ മത്തങ്ങ പോലത്തെ വലിയ ജാസ്മിൻ ബഡ്സിൻ്റെ മുട്ടുകൾ എടുത്തിട്ട് നമ്മൾ കണ്ടു ഈ ഒരു എൻഡ് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ഇപ്പോൾ 4 മീൻസ് നമ്മൾ 2 കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 എൻഡും നമുക്ക് ഒരേ മാതിരിയായിട്ട് തോന്നും. ഇല്ലാതെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അങ്ങനെ പോയിന്ന് തോന്നിക്കാതെ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോപ്പർ വയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന ആ ഒരു ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ മത്തങ്ങ ജാസ്മിൻ ബഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ ബാൻഡിൽ അത് ആദ്യം അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ അത് ഈ ഒരു മോഡലുണ്ട്, നിങ്ങൾ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിങ്ങനെ ഷേപ്പ് വരുന്ന സമയത്ത് അതിൽ ഗ്യാപ്പുകളൊക്കെ കുറച്ചിങ്ങനെ കാണുമല്ലോ, കുറച്ചുകൂടെ ഗ്യാപ്പുകൾ കാണും. ഇല്ലാതെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വലിയ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഹെയർ ബാൻഡിൽ ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, കുറച്ചത് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഹെയർ ബാൻഡിൽ ഒട്ടിച്ചതിന് ശേഷം ഈ ഗ്യാപ്പുകളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അതാ ഇതുപോലെ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, ഒരു 2 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം അത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിയിൽ, അതായത് ഫെൽറ്റ് ഷീറ്റ് കണ്ടിട്ട് ഓവറായിട്ട് നമുക്കത് എന്താ പറയുക പുറത്തേക്ക് ഒരുപാട് പ്രൊജക്റ്റായി നിൽക്കണ പോലെ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് 2 ജാസ്മിൻ ബഡ്സ് വെച്ച് നോക്കിയിട്ട് എത്ര സൈസിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വേണമെന്ന് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മുടെ മത്തങ്ങ ജാസ്മിൻ ബഡ്സ് ഒട്ടിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ കുറച്ച് നമ്മൾ മുമ്പ് ചെയ്ത മോഡലിന് വെച്ച് കുറച്ച് വലിയ ജാസ്മിൻ ബഡ്സ് നമ്മളിതിലേക്ക് കണ്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 2 ജാസ്മിൻ ബഡ്സിൻ്റെ സെൻറ്ററിൽ കൂടെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം, ആ മുട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ അതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് പ്ലെയിൻ ആയിട്ട് ഒട്ടിക്കുമ്പോൾ കാണാൻ ആക്ച്വലി ഭംഗിയുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ല തിക്കായിട്ട് തോന്നുകയും ചെയ്യും, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. കുട്ടികളുടെ തലയിലേക്ക് ഇരിക്കണമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തിക്കിൽ തന്നെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിയാരി ഉണ്ടാക്കിയിട്ടുണ്ട് ജാസ്മിൻ ബഡ്സിന്. ഞാൻ അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പറ്റിയാൽ ഞാൻ ചെയ്യാം കേട്ടോ. ആക്ച്വലി ടിയാർ ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ച് കഷ്ടമായിട്ടാണ് തോന്നിയത്, കുറച്ച് ടൈം വേണം എന്ന് തോന്നി. അപ്പോൾ അത് കാരണം അതിൻ്റെ വീഡിയോ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോയിൻ്റൊക്കെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ജോയിൻറ്റിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ നമ്മൾ ഈ ജാസ്മിൻ ബഡ്സ് ഒട്ടിക്കുന്നുണ്ടല്ലോ, ഇതിന് പകരം നിങ്ങൾക്ക് പോളനോ ബീഡ്സോ ഒട്ടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബീഡ്സ് ഒട്ടിച്ച് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് കണ്ടില്ലേ, നമ്മുടെ ജാസ്മിൻ ബഡ്സ് അന്ന് കീറി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നിങ്ങൾ വെച്ചിട്ട് തെറ്റിയെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ബഡ്സ് അതിൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബഡ്സ് കീറി പോവുകയേ ഉള്ളൂ, ഇല്ലാതെ ആ ബഡ്സ് നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ. ഇനി അടിയിൽ കൂടെ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട്, അതായത് എത്ര വീതിയിൽ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അടിയിൽ കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ ഫെവി ബോണ്ടാണ് തോന്നുന്നു, ഫെവി ബോണ്ട് തന്നെ, ഫെവി ബോണ്ട്. പക്ഷേ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും, വൈറ്റിലാണെങ്കിൽ ഉറപ്പായിട്ട് യെല്ലോയിഷ് ഷെയ്ഡ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് ഒട്ടാനാണെങ്കിൽ ഗ്ലൂ ഗൺ ഇല്ലാത്തവർ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം, കുറച്ച് നീറ്റായിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിയിലും കൂടെ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കി വരുന്ന ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യണത്. എന്നിട്ട് എല്ലാ സൈഡും നിങ്ങൾ നോക്കണം, ഒപ്പമാണോ എന്ന് നോക്കണം. ഒപ്പമല്ല എന്നുണ്ടെങ്കിൽ ഒപ്പമാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും കളേഴ്സ് ആക്കി കൊടുത്താൽ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാൻ ടൈം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല തിക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അതെ, ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ട്, എങ്കിലും നിങ്ങളാണെങ്കിലോ ഇല്ലെങ്കിൽ ഇതിന് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം എന്നൊക്കെ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. വേറെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. വെറൈറ്റി അല്ലെങ്കിലും അതായത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മോഡലാണെങ്കിൽ കൂടെ നിങ്ങൾക്കത് ചെയ്യാൻ കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.